ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗീതൂസ് ഹെയർ കെയർ. എൻ്റെ ഹെയറിൽ നിന്ന് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? എൻ്റെ മുടി നന്നായിട്ട് ലെങ്ത്ത് വെച്ച പോലെ തോന്നുന്നില്ലേ? നല്ല സിൽക്കി ഹെയർ ആയിട്ടില്ലേ? ഞാനൊരു ഹെയറിൽ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ചെയ്യാൻ പറ്റുന്ന പാക്കും മുടി വളർച്ച കൂട്ടാനായിട്ടും നമ്മളുടെ മുടിയിൽ ചെയ്തിരിക്കുന്ന കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സിന് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാതെ മുടി പഴയതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് വളരാനായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ. പലർക്കുള്ള സംശയമാണ് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി കൊഴിയാതിരിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യമാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഇങ്ങനെയുള്ള ടിപ്സ് കാണാനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതിൻ്റെ ഇപ്പോൾ ഓൾ എന്ന് പറയുന്ന ഓപ്ഷനും പ്രസ് ചെയ്യുക. നമുക്ക് 2 ചാനലുണ്ട്, ടിപ്സ് ഫോർ യു A to Z, ഗീതൂസ് ഹെയർ കെയർ. മാത്രമല്ല 7 വർഷമായിട്ട് എത്ര കൂടിയ മുടി കൊഴിച്ചിലും വെറും 7 ദിവസം കൊണ്ട് മാറാനായിട്ടും മുടി കൊഴിഞ്ഞു പോയെടുത്ത് റീഗ്രോത്ത് ഉണ്ടാവാനൊക്കെയുള്ള ഹെയർ ഓയിൽ കൊടുക്കുന്നുണ്ട്. ഹെയറിലേക്കായിട്ട് ഒരുപാട് പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട്. ഹെയറിലേക്ക് മാത്രമല്ല സ്കിന്നിലേക്കായിട്ടുള്ള സ്കിൻ വൈറ്റനിങ് ഓയിലൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്കിൻ വൈറ്റനിങ് ഓയിൽ, ഹെയർ ഓയിലൊക്കെ 1 വയസ്സ് മുതലുള്ള കുഞ്ഞു മക്കൾക്ക് തൊട്ടേ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വാട്സപ്പ് അയക്കാം. അപ്പോൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് കഴിഞ്ഞവർക്കും അല്ലാത്തവർക്കൊക്കെയും ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ്. എത്ര വളരാത്ത മുടിയും വളർത്തിയെടുക്കാനായിട്ടും മുടി റീഗ്രോത്ത് പെട്ടെന്നാക്കാനായിട്ട് കൊഴിച്ചിൽ നിൽക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന ഒരു സൂപ്പർ ടിപ്പാണ്. ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ആ ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത്, കറ്റാർവാഴ. വളരെ എളുപ്പത്തിൽ തന്നെ സ്കിൻ കെയറിനും ഹെയർ കെയറിനും നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് നട്ടുപിടിപ്പിക്കാവുന്ന ഒരു സംഭവമാണ് കറ്റാർവാഴ. ആഴ്ചയിൽ 2-3 ദിവസം നമുക്ക് ഈ ഒരു കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര വളരാത്ത മുടിയും നമുക്ക് കുലകുത്തി വളർത്താനായിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 3 തണ്ട് എടുത്തിട്ടുണ്ട്. 2 തണ്ടാണ് എനിക്ക് ഇന്നത്തേക്ക് ആവശ്യമായിട്ട് വരുന്നത്. പിന്നെ നാളത്തേക്ക് ഒരു തണ്ട് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നത്. നാളത്തേക്കല്ല കേട്ടോ, ഒന്നിടവിട്ടിട്ട് നമുക്ക് ഈ ഒരു കാര്യം ചെയ്താൽ മതി. ഡെയിലി ചെയ്യണമെന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഹെയറിൽ സ്മൂത്തനിങ് ചെയ്ത് ഫസ്റ്റ് വാഷാണ് കേട്ടോ. അപ്പോൾ ഓയിലോ ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല. ശരിക്കും നമ്മൾ സ്മൂത്തനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് എടുത്തിരിക്കുന്ന ഷാമ്പു കണ്ടീഷണർ വെച്ചിട്ടാണ് ശരിക്കും വാഷ് ചെയ്യേണ്ടത്. പക്ഷേ എനിക്ക് ഇന്ന് അവിടെ പോകാൻ പറ്റിയില്ല, അങ്ങനെ വാഷ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സിന് ശേഷം മുടിക്ക് ഡാമേജ് ഒന്നും ഇല്ലാതിരിക്കാനും കൂടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന 2 തണ്ട് കറ്റാർവാഴയുടെ മുകൾ ഭാഗത്തെ സ്കിന്ന് കളഞ്ഞതിന് ശേഷം അതിൻ്റെ ജെല്ല് കട്ട കുത്താതെ നല്ല സിൽക്കി ഹെയറിലേക്ക് തേക്കാൻ പറ്റുന്ന ആ ഒരു ജെല്ലില്ലേ, അതായത് കട്ടയായിട്ടുണ്ടെങ്കിൽ മുടിയിൽ പെട്ടെന്ന് ജട വരും. അപ്പോൾ സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ഈ ജെല്ല് എടുക്കുന്നത്. ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് ജെല്ല് എടുക്കുന്നത്. അപ്പോൾ അതേപോലെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ജെല്ല് കട്ടയില്ലാതെ നല്ലോണം ഷാമ്പു പോലെ തന്നെയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളും അതേപോലെ തന്നെ ജെല്ല് എടുക്കണം. കണ്ടത് ഇതേപോലെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മുടിയിൽ ഉപയോഗിക്കാനും കഴുകിക്കളയാനും പറ്റും. അല്ലാതെ ജെല്ലിൻ്റെ കട്ട സ്മൂത്തനിങ് ചെയ്ത ഹെയറിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ട്, അത് കളയാൻ നേരത്ത് മുടി പൊട്ടി പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു ടിപ്പിനായിട്ട് വേറെ ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. കറ്റാർവാഴയുടെ ജെല്ല് എടുക്കുക, ഇതേപോലെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനുശേഷം ഹെയറിൽ നന്നായി പുരട്ടി കൊടുക്കുക. തലയോട്ടിൽ ഉപയോഗിക്കണമെന്നില്ല. അതിനുശേഷം മുടി കെട്ടി വയ്ക്കുക. അരമണിക്കൂർ മുതൽ 1 മണിക്കൂറിന് ശേഷം നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. കഴുകിക്കളയുമ്പോൾ സ്മൂത്തനിങ്ങിന് ശേഷമുള്ള ഫസ്റ്റ് വാഷ് ആയതുകൊണ്ട് തന്നെ ഞാൻ കണ്ടീഷണർ മാത്രം ഉപയോഗിച്ചിട്ടാണ് കഴുകിയത് കേട്ടോ. ഇങ്ങനെ ചെയ്തപ്പോൾ എൻ്റെ മുടി കൂടുതലായിട്ട് കൊഴിയേ അല്ലെങ്കിൽ സ്മൂത്തനിങ് പോവേ ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. നല്ല സ്റ്റൈലായിട്ട് തന്നെ ഹെയർ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷമുള്ള ഒരു ഫോട്ടോ ഞാൻ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. കറ്റാർവാഴ മുടിയുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. ഇത് മുടി കൊഴിച്ചിൽ തടയാനായിട്ട്, താരൻ ഇല്ലാതാക്കാനായിട്ടും തലയോട്ടിയിലുണ്ടാകുന്ന ചൊറിച്ചിൽ കുറയ്ക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. മാത്രമല്ല മുടിക്ക് നല്ല തിളക്കവും അതുപോലെ തന്നെ മൃദുത്വവും നൽകാനായിട്ട് കറ്റാർവാഴ നല്ലതാണ്. കറ്റാർവാഴ ഉപയോഗിക്കുമ്പോൾ മുടി പെട്ടെന്ന് തന്നെ വളരാനായിട്ട് കറ്റാർവാഴയിലുള്ള എൻസൈമുകളാണ് നമ്മളുടെ മുടിവേരുകളെ ഉത്തേജിപ്പിച്ച് പുതിയ മുടികൾ വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. പല ആളുകൾക്കും വിട്ടുമാറാത്ത താരൻ എന്നുള്ള വലിയൊരു പ്രശ്നം ഉണ്ടാവാറുണ്ട് കേട്ടോ. താരൻ വന്നു കഴിഞ്ഞാലും മുടി കൊഴിയും. ഇതിൻ്റെ കറ്റാർവാഴയുടെ ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ നമ്മളിലുണ്ടാകുന്ന താരൻ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ പല ആളുകൾക്കും ഡ്രൈ ഹെയർ ഉണ്ടാവാം, അതുപോലെ ഡ്രൈ സ്കാൾപ്പായിരിക്കാം. അപ്പോൾ അതുകൊണ്ടൊക്കെയും വേറെയും ഇഷ്യൂസ് ഒരുപാട് ഉണ്ടാവാം. അപ്പോൾ അത്തരത്തിലുള്ള വരണ്ട മുടിക്ക് ആവശ്യമായ ഈർപ്പം നൽകി മുടി പൊട്ടിപ്പോകുന്നത് ഇല്ലാതാക്കാനായിട്ട് കറ്റാർവാഴയുടെ ഈ ഒരു ടിപ്പ് ചെയ്യുന്നതുകൊണ്ട് പറ്റും.
അതുപോലെ തന്നെ നമുക്ക് കറ്റാർവാഴ പല രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു രീതിയാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. കറ്റാർവാഴ ഒന്നാമത്തെ കാര്യം നമുക്കിങ്ങനെ നേരിട്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. കറ്റാർവാഴയുടെ ഉള്ളിലെ ജെല്ല് മാത്രം എടുത്ത് നമ്മളുടെ തലയോട്ടിയിലും മുടിയിലും നന്നായി തേച്ച് പിടിപ്പിക്കുക. 20 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ തേച്ച് പിടിപ്പിക്കാം. അതിന് ശേഷം കഴുകിക്കളയുക. അതാണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്ന ഫസ്റ്റത്തെ മെത്തേഡ്. ഇനി നമുക്ക് വെളിച്ചെണ്ണയും കറ്റാർവാഴയും മിക്സ് ആക്കിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. കറ്റാർവാഴ ജെല്ല് അല്പം വെളിച്ചെണ്ണ ചേർത്ത് ചൂടാക്കി തലയിൽ തേക്കുന്നത് നമ്മളുടെ മുടിയുടെ കറുപ്പും കരുത്തും കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ താരൻ നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പോവാനായിട്ട് കറ്റാർവാഴ ജെല്ലിൻ്റെ ഒപ്പം അല്പം നാരങ്ങാനീര് ചേർത്ത് പുരട്ടാവുന്നതാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്നതെല്ലാം നമ്മളുടെ മുടി തഴച്ചു വളരാനായിട്ട്, മുടി കൊഴിച്ചിൽ മാറ്റി, മുടിയിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി മുടി പെട്ടെന്ന് തന്നെ വളർത്താനായിട്ട് സഹായിക്കുന്നതാണ്. വെറും 7 ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത 1 വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന 100% നാച്ചുറലായ ഗീതൂസ് ഹെയർ ഓയിൽ, മുഖത്തെ കരുവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതൂസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ.